നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നും മഴയാണ്. ഇന്നലെ ചെയ്ത വാർത്തയുടെ 2 ഫോളോ അപ്പുകളാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ കേരളപുരത്ത് ചന്ദനത്തോപ്പിൽ ITI വളപ്പിലും പരിസരത്തുള്ള വീടുകളിലും ഒക്കെ വെള്ളം കയറിയത് നമ്മുടെ ഹൈവേക്ക് അടിയിലൂടെയുള്ള കലങ്ങ് തെളിയിച്ച് താഴേക്കാണ് വിടേണ്ടത്. അതിന് സ്വാഭാവികമായിട്ട് ഇന്നലെ തീരുമാനിച്ച പോലെ ആൾക്കാരെല്ലാം എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് 2 പഞ്ചായത്താണ്, പെരുന്നാട് പഞ്ചായത്തും കൊറ്റങ്കര പഞ്ചായത്തുമാണ്. അത് ഈ വെള്ളം ഓട വഴി ചെന്നിറങ്ങുന്നത് താഴ്ന്ന സ്ഥലത്താണ്. ആ താഴ്ന്ന സ്ഥലത്ത് ഇപ്പം നേരത്തെ തുറസായ സ്ഥലമായതുകൊണ്ട് താഴേക്ക് വെള്ളം പോകാനുള്ളൊരു അവസ്ഥയുള്ളത് കൊണ്ടും അവിടെ തന്നെ ഒരു 3-4 വീടുണ്ട്. ആ വീട് നിലവിൽ ഈ വെള്ളം ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീടുകളിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. അതും വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇതും ഗുരുതരമായ പ്രശ്നമാണ്. ഇത് രണ്ടും ഫലത്തിൽ സ്വാഭാവികമായിട്ട് തർക്കങ്ങളും സാധനങ്ങളും എന്തൊക്കെ വന്നതുകൊണ്ട് ഇന്നത് പരിഹരിക്കാതെ പോയി പോലീസ് ഇടപെട്ട് അടുത്ത ഒരു പ്രാവശ്യം ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം നമ്മുടെ ജനപ്രതിനിധികൾ, അത് വാർഡ് മെമ്പർ മുതൽ മുകളിലോട്ടുള്ളവർ കാലാകാലങ്ങളായി കാണിച്ചു വരുന്ന അനാസ്ഥയാണ് ഇതിന് കാരണം. നമ്മുടെ കുളത്തിൻ്റെ നടുക്കും പിന്നെ വയലിൻ്റെ നടുക്കും താഴ്ന്ന പ്രദേശത്ത്, അതായത് മലമ്പ്രദേശം, ഇടുക്കിയിലൊക്കെ സംഭവിക്കുന്നതാണ്. ഈ മലയിടിച്ചിലുണ്ടാകുമ്പോൾ ഒരുപാട് വീടുകളും മനുഷ്യരും മരിച്ചു പോകുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കീഴിൽ വെക്കുമ്പോഴത്തേക്ക് അവർക്ക് സുരക്ഷിതമായ സ്ഥലം ഒരുക്കാതെ നമ്മൾ അനുമതി കൊടുത്താണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം. ആരെയാണ് നമ്മൾ കുറ്റം പറയുക? പക്ഷെ നമുക്ക് സഹിക്കുക എന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ഇവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണം. പിന്നെ കോവൂർ കുഞ്ഞുമോൻ MLA ഇടപെട്ട് ഇടിയക്കടവ് പാലത്തിൻ്റെ പ്രവർത്തനം വളരെ വേഗം നടത്തി ഇന്ന് തന്നെ പൂർത്തിയാക്കി നാളെ മുതൽ അതിലെ ഭാരമുള്ള വണ്ടികൾ പോകാനുള്ള അവസ്ഥ ഒരുക്കും. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ITI വെള്ളക്കെട്ട് സംഘർഷം, കലുങ്ക് തുറക്കാനായില്ല. ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITI വളപ്പിലും പരിസരത്തെ വീടുകളിലും കെട്ടിനിൽക്കുന്ന വെള്ളം കലുങ്ക് വൃത്തിയാക്കി ഒഴുക്കിക്കളയാനുള്ള നീക്കം സംഘർഷത്തെ തുടർന്ന് ഉപേക്ഷിച്ചു. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായിട്ടാണ് കൊറ്റങ്കര പെരിനാട് പഞ്ചായത്തുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പാതയ്ക്ക് ഇരുവശങ്ങളിലെയും കലുങ്ക് തുറക്കാനാണ് രാവിലെ JCBയും ജോലിക്കാരുമായി എത്തിയത്. ഇവർ എത്തിയപ്പോഴേക്കും ഈ കലുങ്ക് വഴി വെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശത്തെ താമസക്കാരും വാർഡംഗം പ്രദീപും സ്ഥലത്തെത്തി വാക്കുതർക്കത്തിലായി. കുണ്ടറയിൽ നിന്ന് പോലീസ് എത്തി ഇരു വിഭാഗവുമായും സംസാരിക്കുകയും ഞായറാഴ്ച 11-ന് പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടത്താമെന്ന തീരുമാനത്തോടെ എല്ലാവരും പിരിഞ്ഞുപോയി. വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും. സ്പോക്കൺ ഇംഗ്ലീഷ് GKയിലൂടെയും കറണ്ട് അഫയേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു. വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. ഉദ്യോഗാർത്ഥികളുടെ ആശാകേന്ദ്രം. നാളെ മുതൽ ഇടിയക്കടവ് പാലത്തിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് MLA കോവൂർ കുഞ്ഞുമോൻ. നാളെ മുതൽ കിഴക്കേക്കല്ല ഇടിയക്കടവ് പാലത്തിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA. വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ അതിശക്തമായ മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലും മൺറോത്തുരത്തിലേക്കുള്ള പ്രവേശന പാലമായ ഇടിയക്കടവ് പാലത്തിന്റെ പാർശ്വഭിത്തികളിലെ മണ്ണ് ഇടിഞ്ഞിരുന്നു. ഇതോടെ പാലം വഴി ഗതാഗതം അപകടകരമായതിനെ തുടർന്ന് നിരോധിച്ചിരുന്നു. MLA കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിലെത്തി പൊതുമരാമത്ത് റോഡ് വിഭാഗം, കൊല്ലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജീവ ഓമനക്കുട്ടൻ എന്നിവരും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വൈറ്റ് മിക്സ് ചാക്കുകൾ നിറച്ച് ബലപ്പെടുത്തി സ്ഥിരമായി അപകടം ഒഴിവാക്കാൻ വേണ്ട നിർമ്മാണ പ്രവൃത്തികൾ നടത്തി തുടങ്ങി. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച MLA കോവൂർ കുഞ്ഞുമോൻ അദ്ദേഹത്തോടൊപ്പം മൺറോത്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ, വൈസ് പ്രസിഡന്റ് R അനീറ്റ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B ജയചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സൂരജ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K മധു, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു കരുണാകരൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിയ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. വിനോദത്തിലൂടെ വ്യായാമം, ആഹ്ലാദത്തിലൂടെ ആരോഗ്യം. ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. അഡ്മിഷൻ തുടരുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 799451
3875. കിഴക്കേക്കല്ലടയിലെ മണ്ണിടിച്ചിൽ വീടുകൾക്ക് ഭീഷണിയായി. തോരാതെ പെയ്ത കനത്ത മഴയിൽ കിഴക്കേക്കല്ല തെക്കേമുറിയിൽ വീടുകൾക്ക് ഭീഷണിയായി മണ്ണിടിച്ചിൽ. ചുറ്റുമല കിഴക്ക് അനിൽഭവനിൽ അനിൽകുമാറിന്റെ വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. തെക്കേമുറി വിപിൻ നിവാസിൽ ബാബുവിന്റെ വീടിനോട് ചേർന്ന മല ഇടിഞ്ഞു വീണു. വീട്ടിലേക്കുള്ള വഴി ഉൾപ്പെടെ തടസ്സപ്പെട്ടു. കൊച്ചുരാമോട് കുറഞ്ഞറ റോഡിൽ മലയിടിഞ്ഞതിനെ തുടർന്ന് മരങ്ങൾ വീണ് വൈദ്യുതി തകരാറുകളും ഗതാഗത തടസ്സവും ഉണ്ടായി. സംസ്കൃത അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയായിരുന്ന PG അജിത് പ്രസാദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എഴുകോൺ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് CP സനൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി P പത്മനാഭൻ, CP സുരേഷ് ബാബു, C സുരേഷ് കുമാർ, S ശ്രീജു, R മുരളീധരൻ, ഡോക്ടർ G സഹദേവൻ, S മണിലാൽ പിള്ള, PN ഹേമൻ, ജോസ്, S ബിനു, ഷീബ, BS ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കണക്ട് കുണ്ട്ര MLA മെറിറ്റ് അവാർഡുകൾ. കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല. കുണ്ട്ര മണ്ഡലത്തിലെ താമസക്കാരും നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ മാർക്ക് ലിസ്റ്റ് പകർപ്പ്, ഫോട്ടോ, ഫോൺ നമ്പർ എന്നിവ ജൂൺ 10 മുമ്പായി MLA ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. CBSE, ICSE സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ 95% മുകളിൽ മാർക്ക് നേടിയവരെയാണ് പരിഗണിക്കുന്നത്. സൗജന്യ ആയുർവേദ ക്യാമ്പ്. കാര്യവയലിൽ പബ്ലിക് ലൈബ്രറിയുടെയും ചീരങ്കാവ് പുത്തൻപാറ വള്ളത്തേരിൽ പ്രസാദ് മെമ്മോറിയൽ ആയുർവേദ ക്ലിനിക്കിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ് നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 9:30 മുതലാണ് ക്യാമ്പ്. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഒപ്പം ലൈല ക്രിയേഷൻസിൻ്റെ 6 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അത് മുഴുവനും ആരും മുഖവും കനൽച്ചിരിയും നാളെയും പൂട്ടും സമയവും ഈ സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുകയും അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ വീണ്ടും പരസ്പരം നമുക്ക് മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.